ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ മുമ്പൊക്കെ വന്നിട്ടുള്ളത്. ഒന്നുമല്ല, നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്നവരാണല്ലേ. ഇപ്പം ഇന്നലെ ഞങ്ങളവിടെ അടുത്ത് തിരുവാലി എന്ന് പറഞ്ഞത് അടുത്ത് ഒരു സ്കൂട്ടിമ്മ വരുന്നൊരു കുട്ടി ഒരു ബസ്സിൻ്റെ ഉള്ളിലേക്ക് പോയി മരിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ ആ കുട്ടി ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ആ ബസ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ബാക്ക് ബ്രേക്ക് പിടിച്ചെടുത്ത് മുന്ന് ബ്രേക്ക് പിടിച്ച് ആ വണ്ടി ഇങ്ങനെ അങ്ങോട്ട് പോയി ആ ബസ്സിൻ്റെ ഉള്ളിലേക്ക്. എല്ലാവരും എത്ര തിരക്കുണ്ടായിരുന്നു. ഞാനും അങ്ങനെ തന്നെ നല്ല സ്പീഡ് പോകുന്ന ആളാണ്. എനിക്ക് എൻ്റെ സ്പീഡും എൻ്റെ പോക്കിനെ കുറിച്ച് എനിക്കറിയില്ല. അതേപോലെ തന്നെ ഓരോരുത്തർക്കും അറിയില്ല. നമുക്കാണെങ്കിൽ ഇത്ര സമയത്ത് അല്ലെങ്കിൽ 11 മണിക്ക് ഞാൻ അവിടേക്ക് എത്തിട്ടോ അല്ലെങ്കിൽ 12 മണിയാകുമ്പോൾ കറക്റ്റ് എത്തിട്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇറങ്ങണം. എല്ലാവരും ശ്രദ്ധിക്കട്ടോ, വണ്ടിയിൽ പോകുന്ന ആൾക്കാരാണ് എല്ലാവരും. അല്ലാഹു നമ്മളെ അപകട മരണത്തെ തൊട്ട് കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ എല്ലാവരും ശ്രദ്ധിക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം എന്നുള്ള ദിക്ർ ചൊല്ലാതെ ഒരു മനുഷ്യന്മാരെ നിങ്ങൾ ഇറങ്ങരുത്, ദയവ് ചെയ്തിട്ടോ. പിന്നെ വണ്ടി കയറിയിട്ട് ചെല്ലാല്ലേ ദിക്റൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, അതെല്ലാവർക്കും അറിയണതാണ്. അതൊന്നും ഞാൻ പറഞ്ഞതല്ലേ, എല്ലാവർക്കും അറിയണതിനാണ്. പക്ഷെ നമ്മൾ എന്തായിട്ടുള്ള ചെല്ലൂല എന്നുള്ളൂ. പിന്നെ കുറേ ദിക്റുകൾ ചെറിയ ചെറിയ ആയത്തുകൾ സൂറത്തുകളൊക്കെ ചെല്ലാറുണ്ട്. ക്ഷമിച്ചില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നല്ലോണം നമ്മൾ കരുതും ഞാൻ ശരിക്കാണല്ലോ പോണത്, അതുകൊണ്ടും കാര്യമില്ല. നമുക്ക് ചിലപ്പോൾ 10 കണ്ണുണ്ടായാലും തികയില്ല. കാരണം ഇങ്ങോട്ട് വരുന്നുണ്ടോ ഈ സൈഡിന് വരുന്നുണ്ടോ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. അപ്പോൾ ഇന്ന് ഇത് മാത്രമല്ല കേട്ടോ ഞാൻ പറയാൻ വന്നത്. ചിലപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. നമുക്ക് ആർക്കും ഞാൻ പറഞ്ഞില്ലേ ആക്സിഡൻറ്റ് മരണം തരാതിരിക്കട്ടെ, പോസ്റ്റ്മോർട്ടം മരണം തരാതിരിക്കട്ടെ, അതിന് പ്രത്യേകം എല്ലാവരും ദുആ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ വരുന്നത് ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് വരാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിരിക്കണ് മലപ്പുറം കിച്ചന് അഥവാ മലപ്പുറം ലൈലാത്ത ചാനൽ നിർത്തിയോ എന്ന്. സത്യം പറഞ്ഞാൽ ഓളൊരു കാര്യങ്ങളും എനിക്കറിയില്ല കേട്ടോ. ഓളിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഞാൻ ഓളെ വീട്ടിലോ അല്ലല്ലോ, അതുകൊണ്ട് എനിക്കറിയില്ല നിർത്തിക്കണമെന്നോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതൊന്നും എനിക്കറിയില്ല. നമ്മളെ കാര്യങ്ങൾ തന്നെ ഒരുപാടുണ്ടല്ലേ നമുക്ക് നോക്കാൻ. നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങൾ, കുട്ടികളെ കാര്യങ്ങൾ, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ അല്ലേ, ഫാമിലിയിൽ ഒരുപാട് കല്യാണങ്ങൾ, സൽക്കാരങ്ങൾ അല്ലെങ്കിൽ മരിപ്പുകൾ എന്തെല്ലാം നമ്മൾ പിന്നെ ഓരോ ജീവിതത്തിൽ ഓരോരുത്തർക്കുണ്ട്. അതൊക്കെ അവനാൻ്റെ നോക്കി രസകരമായിട്ട് ജീവിച്ച് പോവുകയാണെങ്കിൽ എത്ര രസമാണല്ലേ. മറ്റുള്ളൊരു ചാനൽ നിർത്തിയോ അത് വിറ്റോ അത് പുതിയത് തുടങ്ങുന്നുണ്ടോ നമ്മളതൊന്നും അന്വേഷിക്കണ്ട. ഞാൻ ഓളോട് ചോദിക്കാൻ പോയിട്ടില്ലല്ലോ ഇജ്ജ് നിർത്തിക്കണോ അല്ലെങ്കിൽ ഇജ്ജ് അങ്ങനെ ഇങ്ങനെ, അതിൻ്റെ ആവശ്യം നമുക്കില്ല. എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ഈ ദുന്യാവിൽ നമുക്ക് നമ്മളിഷ്ടമാണ് ഇങ്ങനെ ജീവിക്കണം എന്നുള്ളതില്ലേ. അപ്പോൾ ഓൾക്ക് ഇഷ്ടമല്ല അതിനോട് ചെയ്തോട്ടെ, നമ്മളത് ചോദിക്കും വേണ്ട, ഒന്നും കാട്ടണ്ട. ഞാൻ ചോദിക്കാനും പോയിട്ടില്ല. അപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ വന്ന് ചോദിച്ചു എന്തേ ഇപ്പോൾ ചാനൽ നിർത്തി, എന്താണാവലേ, എന്താ അതുകൊണ്ടൊക്കെ കാര്യം. നമ്മളൊരു സ്വലാത്തോ ദിക്റോ അല്ലെങ്കിൽ ഒരു നിസ്കാരം നമ്മൾ നിസ്കരിച്ചിട്ട് അത് വെറുതെ മറ്റുള്ള ആൾക്ക് കൊടുക്കേണ്ട ഒരു രക്ഷ നമുക്കില്ലല്ലോ. നമ്മളെ കാര്യം നോക്കി നമ്മൾ സന്തോഷമായിട്ട് നമ്മളെ വീട്ടിലെ പണിയും തരമൊക്കെ എടുത്ത് മക്കളെ സ്കൂൾക്ക് വിട്ട് എന്ത് രസമാണല്ലേ. നമ്മളെ കാര്യം തന്നെ നോക്കുക. അല്ലാതെ നമ്മൾ ഒരാളത് നോക്കാനോ ഒരാളത് പാടി നോക്കാനോ ഇത് പറയാനോ പോയാൽ എന്താണ് നമുക്കൊക്കെ അതിൻ്റെ ശിക്ഷ കിട്ടല്ലേ. അതുകൊണ്ട് അതിനാരും പോകണ്ട കേട്ടോ. പിന്നെ എനിക്ക് അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്, ആരും ഒന്നും വിചാരിക്കരുത്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.